സ്നേഹവും എളിമയുമായിരുന്നു അവളിൽ നിറഞ്ഞു നിന്ന പുണ്യങ്ങൾ. ഒരു കുഞ്ഞു പറവിയായി തന്നെ കരുതിക്കൊണ്ട് അവൾ പറഞ്ഞു, ഹാ യേശുവേ, അങ്ങയുടെ കുഞ്ഞു പാവിയായി ദൗർബല്യത്തിന് നിസ്സാരതയിലും ആനന്ദം കൊള്ളുന്നു. വീണ്ടും തെരേസ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, യേശുവേ, ഞാൻ തീരെ കുഞ്ഞാണ്. മഹാപുണ്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് കഴിവില്ല. അങ്ങയുടെ സ്നേഹം എന്നെ ബലിവസ്തുവായി സ്വീകരിക്കും എന്ന പ്രതീക്ഷയിലാണ് എൻ്റെ ഭ്രാന്ത് തുടങ്ങിയിരിക്കുന്നത്. ദിവ്യ രാജാളിയുടെ സ്വന്തം ചിറകുകൾ കൊണ്ട് സ്നേഹസൂര്യൻ്റെ പക്കലേക്ക് പറക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് വാങ്ങിത്തരുവാൻ എൻ്റെ ശ്രേഷ്ഠ സഹോദരനായ രാജാളിയോട് അപേക്ഷിക്കുകയും എൻ്റെ ഭോഷത്വം പ്രകടമാക്കുന്നുണ്ട്. അങ്ങിൽ ദൃഷ്ടിയുറപ്പിച്ച് അതെപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങയുടെ തൃക്കടാക്ഷത്തിൽ അത് മയങ്ങിപ്പോകും. അങ്ങയുടെ സ്നേഹനിരയായി ഭവിക്കണമേ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഏൽപ്പിക്കപ്പെട്ട ജോലികൾ ചെയ്തു തീർക്കേണ്ടതിനാലും ചിലപ്പോൾ ശാരീരിക രോഗത്താലും സമൂഹത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ചില സേവനങ്ങൾ കൊച്ചുത്രേസ്യയിൽ ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. എന്നാൽ അവൾ പറയുന്നത്, അസാധ്യമായ കാര്യങ്ങൾ നിഷേധിക്കേണ്ടി വരുമ്പോൾ അത് ചെയ്താൽ ഉള്ളതുപോലെ തന്നെ ഹൃദ്യമായിരിക്കത്തക്കവണ്ണം വളരെ സൗമ്യമായി അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നാണ്. ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്കനുസരിച്ച് അവൾ ജീവിതത്തിലേക്ക് നിരന്തരം പരിശ്രമിക്കുമ്പോഴും അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു, അവിടുത്തെ വരപ്രസാദത്തിൻ്റെ സഹായം കൂടാതെ അവ പ്രായോഗികമാക്കുവാനും ശരിയായി മനസ്സിലാക്കുവാൻ പോലുമോ സാധിക്കുകയില്ല എന്ന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.